നമുക്ക് ദൈവജനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. പഴയ നിയമത്തിൽ ഇസ്രായേലിനെ ദൈവം വിളിച്ച് മരുഭൂമിയിലൂടെയാണ് എന്ത് ചെയ്തത്? നടത്തിയത്, അല്ലെ? മരുഭൂമിയിലൂടെയാണ് അവരെ നടത്തിയത്. എന്നാൽ നമ്മളെ അത് ഏത് അടിമത്വത്തിൽ നിന്നാണ് വിടുവിച്ചത്? ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ദൈവം എന്ത് ചെയ്തു? മരുഭൂമിയിലൂടെ അവരെ നടത്തി. നമ്മളെ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന്, ഫറവോന് സമാനമായിട്ടാണ് ഈ പാപത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ പാപത്തിന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് നമ്മളെ നയിക്കുന്നത് മരുഭൂമി എന്ന് പറഞ്ഞാൽ വരണ്ട സ്ഥലത്ത്, ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ അല്ല, നാം പോർക്കളത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ഇന്ന് പ്രാപ്തരാക്കി, യോഗ്യരാക്കി, വീണ്ടെടുപ്പിന്റെ വില നൽകി നമ്മളെ ദൈവം അനുദിനം പണിതുകൊണ്ടിരിക്കുകയാണ്. അനുദിനം നമ്മളെ പ്രാപ്തരാക്കി ദൈവം ഈ ഭൂമിയിൽ അതിജീവിക്കാനുള്ള 3 മേഖലകളുണ്ട്. 3 മേഖലകളെയാണ് പ്രധാനമായിട്ട് ജയിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ മേഖല ഈ ലോകത്തെ നമ്മൾ ജയിക്കണം. രണ്ടാമത് നമ്മൾ ജയിക്കേണ്ട പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് നമ്മുടെ ജഡത്തെയാണ്. ജഡത്തെ നമ്മൾ ജയിക്കണം. മൂന്നാമത് നമ്മൾ ജയിക്കേണ്ടത് പിശാചിനെ നമ്മൾ ജയിക്കണം. അപ്പൊ ഈ 3 മേഖലകളിലോടാണ് നമ്മൾ ജയം പ്രാപിക്കേണ്ടത്. അതിനാണ് നാം സോൾജേഴ്സ് ആകേണ്ടത്. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം. 2 തിമോത്തിയോസ് 2:3. കണ്ടോ, നീ ആരാകണം? നല്ല ഭടൻ, ഗുഡ് സോൾജർ ആകണം. സോൾജർ ആകാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരാള് സോൾജർ ആകുന്നത്? ചുമ്മാ ഒരാളെ പിടിച്ച്, പൊക്കമുള്ള ഒരാളെ പിടിച്ച്, നല്ല ചെസ്റ്റിന് വിരിവുള്ള ഒരാളെ പിടിച്ച് നമ്മൾ സോൾജർ ആക്കുവോ? ഇല്ല, ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? സോൾജറിന് വേണ്ടിയിട്ട് അയാൾ സെലക്ട് ആയി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് അതിനുള്ള ട്രെയിനിങ് ആണ്. ഏത് മേഖലകളിൽ അതിജീവിക്കാൻ സന്നദ്ധനാകുന്ന, പ്രാപ്തനാകുന്ന വ്യക്തിയായി. അത് ആരോട് എതിർക്കുവാനാണ്? ശത്രു രാജ്യങ്ങളോട്, ശത്രുക്കളോട് എതിർക്കാൻ വേണ്ടിയിട്ട് വെപ്പൻ യൂസ് ചെയ്യാൻ. ഇവിടെ ലോകത്തിൽ ഒരു മനുഷ്യനെ, ലോകത്തിലെ തനിക്കെതിരെ വരുന്ന, രാജ്യത്തിനെതിരെ വരുന്ന ശത്രുക്കളോട് എതിരിടുവാൻ വേണ്ടിയിട്ട് അവനെ എത്രയധികം ട്രെയിൻ ചെയ്യിക്കുന്നു എങ്കിൽ നാം ആത്മീക ലോകത്തിൽ അദൃശ്യ മണ്ഡലങ്ങളിൽ നമുക്ക് ചില മേഖലകളോട് യുദ്ധമുണ്ട്. ആ അദൃശ്യ മണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന ഈ മേഖലകളോട് നമ്മൾ യുദ്ധം ചെയ്യാൻ ദൈവം നമ്മെ ചില മേഖലകളിലൂടെ നടത്തി നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്. അതിന് മനോഹരമായി എഴുതിയിരിക്കുന്ന ഒരു വചനമാണ് 144-ാമത്തെ സങ്കീർത്തനം. അതിന്റെ 1-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വായിക്കാമോ? 144-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വചനം. 144-1. എന്റെ പാറയായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും, യുദ്ധത്തിന് എന്റെ കൈകളെയും, പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കും. ഞാൻ പറയാം, നമ്മള് കായിക അഭ്യാസം പഠിക്കുന്ന ഒരാള് കളരി ആവാം, കുങ്ഫു ആകാം, ജൂഡോ ആകാം, പിന്നെയോ ബോക്സിംഗ് ആകാം, പിന്നെ കരാട്ടെ ആകാം. എന്തും അഭ്യസിപ്പിക്കുന്ന ഒരാൾക്ക് ആദ്യം സ്ട്രെങ്ത് ആക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അവന്റെ കൈകൾ. അവന്റെ കൈയിനെ സ്ട്രെങ്ത് ആക്കും. ഈ കൈ എത്രത്തോളം ഉറയ്ക്കുന്നോ അതനുസരിച്ചായിരിക്കും ഡിഫെൻഡ് ചെയ്യാൻ, എതിർക്കാനാണെങ്കിലും എന്തു വേണം? ഈ കൈ വേണം. ഈ കൈ സ്ട്രോങ് അല്ലെങ്കിൽ എന്തു പറ്റും? എതിർക്കാൻ പറ്റില്ല. ഒരു മനുഷ്യൻ തനിക്കെതിരെ ഉപദ്രവം അഴിച്ചുവിടുമ്പോൾ അതിനെതിരെ എതിർക്കണമെങ്കിൽ അവന്റെ കൈ സ്ട്രോങ് ആയിരിക്കണം. തിരിച്ച് അറ്റാക്ക് ചെയ്യണമെങ്കിലും കൈ സ്ട്രോങ് ആയിരിക്കണം. ഇതിന് എന്തൊക്കെ പ്രോസസ്സിങ്ങിലൂടെ കടത്തിവിടുമെന്ന് അറിയാമോ? ചില പരിശീലന മുറകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതികഠിനമായ നിലകളിൽ, അസഹിഷ്ണുതയുള്ള വേദനയുടെ അവസ്ഥകളിലൂടെ വിടും. അപ്പൊ നമ്മൾ ചോദിക്കും, ഇത്രയും വേദന ഞാൻ അനുഭവിക്കേണ്ടതുണ്ടോ? എത്രത്തോളം അധികം ആ വേദനയ്ക്ക് വിധേയപ്പെടുന്നു, എത്രത്തോളം അധികം അവൻ ആ ട്രെയിനിങ്ങിന് തന്നെ സമർപ്പിക്കുന്നു, അതനുസരിച്ചായിരിക്കാം വളരുന്നത്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഈ വിരലുകളെ നമ്മൾ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എന്തോ ചെയ്യുമെന്ന് അറിയാമോ? മണല് ചൂടാക്കിയിട്ട് മണലിനകത്ത് കുത്തും. മണല് ചൂടാക്കിയിട്ട് ഇതിനെ കുത്തും. ഈ കുത്തി എടുക്കുമ്പോഴത്തേക്കെന്ന് അറിയുമോ വിരല് ഭയങ്കര സ്ട്രോങ് ആകാൻ തുടങ്ങും. ഇനി അടുത്തത് നിക്കിൾ പുഷപ്സ് എന്ന് പറയാം. നിക്കിൾ പുഷപ്സ് ഈ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് താഴെ നിന്നുകൊണ്ട് നിക്കിളില് പുഷപ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിക്കിൾ സ്ട്രോങ് ആകാൻ വേണ്ടി, ഇവിടത്തെ സ്ട്രോങ് ആകാൻ. അല്ലെങ്കിൽ ഈ കുഴ നമ്മുടെ ബോഡി വെയിറ്റ് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഒരാൾക്കെതിരെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഈ കുഴ നമുക്ക് വളഞ്ഞു പോവും.
നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്കെല്ലാം കൈയും കാലും എല്ലാം ഉണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരാളെ നമുക്ക് പെട്ടെന്ന് മർദ്ദിക്കാനൊക്കത്തില്ല. മർദ്ദിച്ചു കഴിഞ്ഞാൽ അവന് വേദനിക്കുന്നത് പോലെ നമ്മുടെ കൈ വേദനിക്കും, ഭയങ്കരമായിട്ട് വേദനിക്കും. അത് പ്രാക്ടീസ് ആകാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവനെ പ്രാക്ടീസ് ആക്കുകയാണ്. അപ്പൊ തന്നെ ഈ ഫിംഗർ പുഷപ്സ് എടുപ്പിക്കും. ഈ ഫിംഗറിൽ നിന്നുകൊണ്ട് പുഷപ്സ് എടുക്കും. സിംഗിൾ ഫിംഗർ പുഷപ്സ് ഉണ്ട്. ഇങ്ങനെ പലതും എടുക്കുമ്പോൾ അവന്റെ കൈകൾ വളരെ സ്ട്രോങ് ആയിരിക്കും. കൈകൾ സ്ട്രോങ് ആയിരിക്കും. അപ്പോ അവൻ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആത്മീക ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി അഭിമുഖീകരിക്കുന്ന 3 മേഖലകളുണ്ട്. ഈ ലോകത്തിന്റെ സിസ്റ്റത്തോടാണ്. ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ സിസ്റ്റത്തോട്. ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കണമെങ്കിൽ നാം ആ സിസ്റ്റത്തോട് എതിർത്ത് നിൽക്കണം. സിസ്റ്റത്തോട് എതിർക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, അത് ഭയങ്കര കട്ടമുള്ള കാര്യമാണ്. നമ്മൾ ലോകത്തോട് അനുരൂപരാകാൻ വേണ്ടിയിട്ടാണ്, താതാത്മ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം. ഈ ലോകത്തിൽ നിന്ന് താതാത്മ്യപ്പെടാതെ മാറി നിൽക്കണമെങ്കിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ പല മീറ്റിംഗ്സിലും കണ്ടുവരുന്നതാണ് രാഷ്ട്രീയക്കാരെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തുക. എന്തിനാണ് ഞാനും നിന്റെ കൂടെ അല്ലേ? നമുക്ക് ഈ തോട്ടിൽ കിടക്കുന്ന ഒരു മീനുണ്ട്, അതിന്റെ പേര് കുരുട്ടുവിളാങ്കെന്നാണ്. അതിന്റെ പേരെന്താണ് നിങ്ങൾക്ക് അറിയത്തില്ലയോ? കണ്ണുതള്ളിയിരിക്കുവാണ്. അതിന് കുരുട്ടുവിളാങ്ക എന്ന് പറയും. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് മീനിനെ കണ്ടാൽ അത് എന്തിനെ കാണിച്ചു കൊടുക്കും? തന്റെ വാലാട്ടി കാണിച്ചു കൊടുക്കും. കാരണം മീനിന്റെ വാല് പോലെ ഇരിക്കും അതിന്റെ പിൻവാലുകൾ കാണാൻ. മീനിനെ കണ്ടാൽ മീനിനോട് ഇത് ചേരും. പിന്നെ ഇത് പാമ്പിനെ കണ്ടാൽ അതിന്റെ തല കാണിച്ചു കൊടുക്കും. തല കണ്ടാൽ പാമ്പിനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അത് ഏതിനോട് ചേർന്ന് പോകുന്ന ഒരു രീതി. പക്ഷെ ദൈവസഭ, ഓരോ വ്യക്തിപരമായ ദൈവമക്കൾ ഈ ലോകത്തോട് താതാത്മ്യപ്പെടേണ്ടുന്നവരല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരിക്കലും സഹായം ആരിൽ നിന്ന് വരികയില്ല. ഒരു ഗവൺമെന്റിൽ നിന്ന് നീതി പുരസ്സരം നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് സഹായം ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നമുക്ക് ഒരിക്കലും അത് സംഭവിക്കുകയില്ല. അപ്പോ അതിനോട് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കണമെങ്കിൽ അതിന് അസാധാരണമായ ശക്തി നമുക്ക് വേണം. അസാധാരണമായ ദൈവകൃപ വേണം. നമുക്കറിയാം, 12-ാമത്തെ അധ്യായം റോമർക്ക് എഴുതിയ ലേഖനം അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാമോ? റോമർക്ക് എഴുതിയ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വചനം വായിക്കാം. 12-ന്റെ 1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ആരായിരിക്കണം? ബുദ്ധിയുള്ള ആരാധനക്കാരായിരിക്കണം. തിരിച്ചറിവുള്ള ആരാധനക്കാരായിരിക്കണം. ബുദ്ധിയുള്ള ആരാധനയായി വായിച്ചേ ശരീരങ്ങളെ സമർപ്പിപ്പി. കണ്ടോ? എന്താകരുത്? ഈ ലോകക്കാർ യാത്ര ചെയ്യുന്ന നിലകളിൽ അവരെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടുന്നവരല്ല ദൈവസഭ. ദൈവസഭയ്ക്ക് ദൈവസഭയുടേതായ ശക്തിയുണ്ട്. ദൈവസഭയ്ക്ക് ദൈവസഭയുടേതായ ഒരു നിലയുണ്ട്. ദൈവസഭയ്ക്ക് ദൈവസഭയുടേതായ ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിൽക്കണം. ആ രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ലോകം നമുക്ക് അനുകൂലമാകില്ല. നീറോയുടെ കാലം മുതൽ ഡൊമീഷ്യന്റെ കാലം മുതൽ ഈ കാലം വരെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ഭരണകൂടങ്ങളും ദൈവസഭയ്ക്ക് അനുകൂലമായിരുന്നിട്ടില്ല. എന്നാൽ അപ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ഒരു ദൈവസഭയും ഒരു ന്യായ നീതി വ്യവസ്ഥയോട് എതിർത്ത് നിന്നിട്ടുള്ളവരുമല്ല. അവർ ഈ സമൂഹത്തിന് ഗുണമുള്ളവരാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാത്രമാണ് ചില കൂട്ടങ്ങൾ ഇൻകിലാബ് വിളിക്കുവാനും, അല്ലെങ്കിൽ ഞങ്ങളിൽ ഒന്നിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് പറയുന്ന ചില ആത്മീക കൂട്ടങ്ങൾ. ഞാൻ അതിനെ പെന്റിക്കോസ്റ്റ് എന്ന് വിളിക്കുന്നില്ല. പെന്റിക്കോസ്റ്റ് ലജ്ജാകരമാണ്. ഞാൻ അതിനെ അങ്ങനെ വിളിക്കുന്നില്ല. കാരണം പെന്റിക്കോസ്റ്റലിന്റെ നിയമം അല്ലെങ്കിൽ ആത്മീക നിയമം എന്താണെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നുണ്ട്. ദോഷത്തിന് ശകാരത്തിന് ശകാരം. അപ്പൊ ആ നീതി വ്യവസ്ഥയ്ക്ക് വിരുദ്ധം. ഈ നീതി വ്യവസ്ഥയിൽ നിൽക്കുമ്പോൾ അവൻ ലോകത്തോട് താതാത്മ്യപ്പെടാൻ പറ്റില്ല. കാരണം ലോകമാണ് ഈ ലോകം എന്ന് പറയുമ്പോൾ ലോകക്കാർ മാനുഷിക രീതിയിൽ ഇടപെടുന്നത് പോലെ തിരിച്ചിടപെടുന്നത് ലോകത്തിന്റെ നിയമമാണ്. അതൊരിക്കലും ദൈവിക നിയമങ്ങളിൽ ഉൾപ്പെടുന്നതല്ല.
നമ്മൾ വായിച്ചിട്ടുള്ള ഭാഗ്യമാണ് 1 പത്രോസിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം അതിലെ 1-ാമത്തെ വചനം. 3:9 ആണ്. ദോഷത്തിന് ദോഷം എന്ത് ചെയ്യരുത്. അപ്പോ ഈ ലോകത്തിലെ മനുഷ്യർ, ലോകത്തിന്റെ നിയമങ്ങൾ, ലോകത്തിന്റെ നിയമവ്യവസ്ഥകൾ, ഒരാൾ ദോഷം ചെയ്താൽ അതേ ദോഷം അതേ നാണയത്തിൽ തിരിച്ചടിക്കും. കാരണം അവർക്ക് ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല, അവർ ശക്തിയുള്ളവരല്ല. അതുകൊണ്ട് അവർക്ക് ആത്മാവിൽ നിന്ന് ദൈവത്തിനെ ആശ്രയിച്ചുകൊണ്ട് പ്രതികരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർ ലോകത്തെ ആശ്രയിക്കുന്നു. എന്നാൽ നാം വീണ്ടെടുക്കപ്പെട്ടവരും നമ്മളോടൊപ്പം ദൈവം ഉണ്ടായിരിക്കാൻ ദൈവാത്മാവിനാൽ നാം നിയന്ത്രിക്കപ്പെടുന്നു, നടത്തപ്പെടുന്നു. ദൈവത്തിന്റെ ആലോചനയാലാണ് ദൈവം നമ്മളെ നയിക്കുന്നത്. നാം ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നീതിപുരസ്സരം കൈകാര്യം ചെയ്യണം. ഒരു മനുഷ്യൻ എതിർക്കുന്ന ഒരു മനുഷ്യ വ്യവസ്ഥയുടെ, ലോകവ്യവസ്ഥയുടെ അതേ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടല്ല നമ്മൾ പ്രതികരിക്കേണ്ടത്. നമ്മുടെ പ്രതികരണത്തിന്റെ രീതിയും നിലയും വ്യത്യസ്തമാണ്. ഈ പ്രതികരണ മുറകളാണ് നമ്മളെ അഭ്യസിപ്പിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് അഭ്യാസം തരുന്ന മുറ ഏതാണ്? ലോക വ്യവസ്ഥയുടെ. കാരണം അവൻ കരങ്ങളെ ബലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ഇതിന് എതിരെ നിൽക്കുവാൻ മനോബലമാണ് നമുക്ക് തരുന്നത്, ആത്മബലമാണ് നമുക്ക് തരുന്നത്. ആ വാക്യങ്ങൾ ഞാൻ വായിപ്പിക്കാം. ഇതിനാണ് അകത്ത് നമ്മളെ ബലപ്പെടുത്തുന്നത്, ഇതിനാണ് അകത്ത് നമ്മളെ ശക്തീകരിക്കുന്നത്. ഈ ശക്തിയായിരിക്കണം നമ്മൾ എല്ലാ മേഖലകളിലും പ്രയോഗിക്കേണ്ടത്. ഈ ശക്തിയായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അത് ഫാമിലിയിലായിരുന്നാലും, സഭയിലായിരുന്നാലും, സമൂഹത്തിലായിരുന്നാലും, ഏത് മേഖല, നമ്മുടെ തൊഴിൽ മേഖലകളിൽ എവിടെയായിരുന്നാലും ആത്മീക നിലകളിൽ ഒന്ന് അഭിമുഖീകരിച്ച് നോക്കിയേ. ആത്മീക നിലകളിൽ കൈകാര്യം ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മളെ ദൈവം പ്രാപ്തരാക്കി എന്ന നിലയിലേക്ക് വരുന്നത്. ഇത് നമ്മൾ ചിന്തിക്കുക എളുപ്പമുള്ള കാര്യമാണ്, അല്ല, വേദനയുള്ള കാര്യമാണ്. കണ്ടോ? ഇതിന് എവിടെ ബലം വേണം? അകത്ത് ബലം വേണം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ വായിച്ചിട്ട് ഞാൻ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യരുത്. ചെയ്യാതെ ആരെയാണ് അനുഗ്രഹിക്കേണ്ടത്? ദോഷം ചെയ്യുന്നവരെ, ശകാരിക്കുന്നവരെ, അല്ലേ? പറ്റുമോ? പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ എന്ത് പറയുന്നത്? പറ്റൂല. അപ്പൊ നമുക്ക് ട്രെയിനിങ് വേണ്ട. അപ്പൊ ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? അപ്പൊ ഇതിൽ ഈ ഒരു കാര്യം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. ഇതിനാണ് നമുക്ക് നമ്മളെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനാണ് സ്ട്രെങ്ത് വരുന്നത്. ഇതിനാണ് സഭയിൽ കൊണ്ടുവന്നിരുത്തുന്നത്. സാഹചര്യ സമ്മർദ്ദങ്ങളിൽ പോകുന്ന വിഷയങ്ങളോട് ഇടപെടുക അല്ല ദൈവസഭയുടെ രീതി. നമ്മളെ പ്രാപ്തരാക്കണം. അങ്ങനെ വരുമ്പോ കഷ്ടതയിൽ നമ്മൾ ട്രെയിൻഡ് ആവും. കഷ്ടത നമ്മൾ ശീലിക്കുന്നു, കഷ്ടതയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കുന്നു, കഷ്ടതയെ ഓവർകം ചെയ്യാൻ പഠിക്കുന്നു. ഇതെല്ലാം ട്രെയിനിങ് വേണം. നിങ്ങൾ ആ കുറിവാക്യം മാത്രം ഓർമ്മ വെച്ചാൽ മതി. എന്തുവാ കുറിവാക്യം വായിച്ചത്? നമ്മളൊന്ന് പറഞ്ഞേ. ക്രിസ്തു യേശുവിന്റെ നല്ല വടനായി എന്നോടുകൂടെ. എളുപ്പമാണോ കഷ്ടത സഹിക്കുക എന്ന് പറയുമ്പോൾ? പൗലോസ് അനുഭവിച്ച ഘട്ടങ്ങളെല്ലാം സഹിക്കാൻ വേണ്ടി യു ഷുഡ് ബി ട്രെയിൻഡ്. എളുപ്പമുള്ള കാര്യമാണോ? പറ്റില്ല. നമ്മൾ എപ്പോഴും സ്തോത്രം പറയുന്നതും നമ്മൾ എപ്പോഴും സാക്ഷ്യം പറയുന്നതായിരിക്കും. എന്തായിരിക്കും? എന്നെ ദൈവം എന്ത് ചെയ്തു? മാനിച്ചു. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവം എനിക്ക് മരണം സംഭവിക്കാമായിരുന്നു, വിടുവിച്ചു. കട്ടള വരാമായിരുന്നു, അതിൽ നിന്ന് വിടുവിച്ചു. രോഗം വരുമായിരുന്നു, അതിൽ നിന്ന് വിടുവിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അതിനെ അതിജീവിക്കാൻ നമ്മൾ അവിടെ പ്രാപ്തരാകുന്നതാണ് ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ? അപ്പൊ അതിൽ എങ്ങനെയാണ് സാധ്യം? ഇത് ഈ വഴികളിലൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? നമുക്ക് ആദ്യം നോക്കാം. ഇതാണ് സ്ട്രെങ്ത്. ഇത് എവിടെയാണ് ഈ സ്ട്രെങ്ത് തരുന്നത്? അതിൽ ഒന്ന് നമ്മുടെ ആത്മാവിന് സ്ട്രെങ്ത്, രണ്ട് മനസ്സിന് സ്ട്രെങ്ത്. ഇതിലൊക്കെയാണ്? ഒന്ന് ആത്മാവിൽ നമുക്ക് ശക്തി തരുന്നു, രണ്ട് മനസ്സിന് നമുക്ക് ശക്തി തരുന്നു. ഒരു മനുഷ്യന് രണ്ട് ജീവനാണ് അന്തർലീനമായിരിക്കുന്നത്. ഞാനിപ്പോ ആ വിഷയത്തെ കുറിച്ച് കുറച്ചുകൂടെ ഈ കേൾക്കുന്നവർക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ കൂടുതൽ വരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന ജീവന്റെ ഘടകങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് ഞാൻ ഇങ്ങനെ പരിശോധിച്ചു. അതിൽ ഒന്നാമത് അവനിൽ അന്തർലീനമായിരിക്കുന്ന ജീവന്റെ ഘടകം, അവനിൽ പ്രാണനിലാണ് ജീവൻ സ്ഥിതി ചെയ്യുന്നത്. ശരീരത്തിന്റെ ജീവനാണ് സ്ഥിതി ചെയ്യുന്നത്. മൃഗങ്ങൾക്കെല്ലാം ശരീരത്തിന്റെ ജീവൻ സ്ഥിതി ചെയ്യുന്നത് പ്രാണനിലാണ്.
എന്നാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ പ്രധാനപ്പെട്ട ജീവന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അവന്റെ ആത്മാവാണ്. ആത്മീക ജീവൻ, പ്രാണനിലെ ജീവൻ, രണ്ട് ജീവനാണ്. ഈ ആത്മീക ജീവനാണ് ഏദേനിൽ നഷ്ടപ്പെട്ടു പോയത്. ഇനി പ്രാണന്റെ ജീവനഷ്ടത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. അപ്പൊ ഈ രണ്ട് ജീവനാണ് ഒരു മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നത്. അതുപോലെ ഇവിടെ രണ്ട് ശക്തിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഒന്ന്, നമ്മുടെ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച ഒരു മനുഷ്യനിൽ ആത്മാവ്, തന്റെ ആത്മാവ് വന്നിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിന് അവനെ അകത്ത് ബലം നൽകുകയാണ്. രണ്ട്, അവന്റെ മനസ്സിന് ബലം നൽകുകയാണ്. മനസ്സിന് ബലമില്ലെങ്കിൽ എന്ത് പറ്റും? എടുക്കുന്ന തീരുമാനങ്ങളിൽ തുടരുവാനോ ഉറച്ചു നിൽക്കുവാനോ നമുക്ക് കഴിയുകയില്ല. നമ്മളെല്ലാം ആഗ്രഹമുള്ളവരാണ്, താല്പര്യമുള്ളവരാണ്. സമൂഹത്തിൽ നല്ല സാക്ഷ്യമുള്ളവരായി നമ്മൾ നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ്. എനിക്ക് തോന്നുന്നു ആത്മീക ലോകത്തിൽ വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ. പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒത്തവണ്ണം നമുക്ക് നിലനിൽക്കുവാനോ തുടരാനോ കഴിയാത്തത് കൊണ്ട് അവിടെ എല്ലാം നമ്മൾ വീണുപോകുന്നു, ഡ്രോപ്പ് ആകുന്നു, കുറച്ച് നാളെടുക്കുന്നു, മനസ്സിന് ബലമില്ല. ഈ രണ്ട് ബലങ്ങളാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് തരുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വചനം നമുക്ക് വായിക്കാം. എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യരെ സംബന്ധിച്ച്, അവന്റെ ആത്മാവിനാൽ, കണ്ടോ, ശ്രദ്ധിച്ചോ, ഇത് എങ്ങനെയാണ് നമുക്ക് ശക്തി തരുന്നത്? അവന്റെ ആത്മാവിനാൽ നാം അകത്തെ മനുഷ്യരെ, അതാണ് അകത്തെ മനുഷ്യൻ, ആത്മാവ്. അകത്തെ മനുഷ്യരെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, കണ്ടോ, ഈ ശക്തിയും ബലവും ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും, ക്രിസ്തു വിശ്വാസത്തിൽ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി. വരം നൽകണം. മതി, നമുക്ക് ഈ വരം ലഭിക്കണം. അപ്പൊ ഈ വരം നമ്മളെ ലഭിച്ചപ്പോ നമ്മൾ എന്താകുകയാണ്? ഓരോ ആത്മീയ കാലം, അതിന് ആത്മീയ കാലം എന്ന് പേര് വിളിക്കാം. അതിനെന്ത് പേര് വിളിക്കാം? ആത്മീക കാലം. രക്ഷയുടെ ഓരോ സ്റ്റെപ്സ് ഉണ്ട്. രക്ഷിക്കപ്പെട്ട കാലം, രക്ഷയിൽ വളരുന്ന കാലം. രക്ഷിക്കപ്പെട്ട കാലം നമുക്കുണ്ട്. ഇനി അടുത്തത്, രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട അതേ നിലയിലും സ്ഥിതിയിലും തുടരാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട മനുഷ്യൻ, രക്ഷിക്കപ്പെട്ട അവന് ആത്മീകമായൊരു വളർച്ച വേണം. ഈ ആത്മീക വളർച്ച എന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവിൽ നല്ല ഭാഷാ ശൈലികൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന രീതിയല്ല. പൊതുവിൽ നമ്മൾ വസ്ത്രധാരണം നന്നായി ഉപയോഗിച്ച് നിൽക്കുന്ന രീതിയല്ല. ആത്മീക ശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് അകത്തളങ്ങളിൽ അവന്റെ ആത്മാവിൽ ലഭിക്കുന്ന ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാണ്? ലോകത്തോട് താതാത്മ്യപ്പെടാതെ, ലോകത്തോട് അനുരൂപരായി തീരാതെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മെ പ്രാപ്തരാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ പ്രാപ്തി നമുക്ക് ഇതിലൂടെയാണ് അകത്ത് തരുവാണ്, അല്ലേ? ഒന്നുകൂടെ എഫേസ്യ ലേഖനം ഒന്ന് വായിക്കാമോ? 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും, ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണം എന്ന് നിങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവസാനിപ്പിക്കും. ഒരു നോൺ സ്റ്റോപ്പ് വാക്യമാണ് അത്. ഇനി കണ്ടിന്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോകും. അതുകൊണ്ട് ഞാൻ മുതിരുന്നില്ല. അപ്പൊ ഇത് നമുക്ക് സാധ്യമാണോ? മാനുഷിക നിലവാരത്തിൽ, ജഡത്തിൽ നാം ചിന്തിച്ച് ജീവിക്കുന്ന കാലത്തോളം നമുക്കിത് സാധ്യമല്ല. ആത്മാവിൽ സമ്പൂർണമായി നാം സമർപ്പിതരാകുമ്പോഴാണ് ആത്മാവിനാൽ നമുക്കിത് സാധ്യമാക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ലോകത്തിന്റെ ഇഷ്ടത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്യണ്ട കർത്താവേ, അങ്ങയുടെ വഴികളിലൂടെ യാത്ര ചെയ്താൽ മതി, എനിക്ക് അതിനായിട്ടുള്ള ശേഷിയും പ്രാപ്തിയും തരണമേ എന്ന് വാഞ്ചയും പ്രാർത്ഥനയും ഉള്ള ഏതൊരു മനുഷ്യനുണ്ടോ അവനാണ് സഭയുടെ ഭാഗം. ഞാൻ പറഞ്ഞു, സഭ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? രണ്ട് വിധമായ സഭയാണ്. ഒന്നാമത്തെ സഭ ഏതാണ്? ദൈവത്തിന്റെ സഭ. രണ്ടാമത്തെ സഭ സാത്താന്റെ സഭ. കണ്ടോ, രണ്ട് സഭകളാണ് ദൈവവചനം വായിച്ചാൽ. സാത്താൻ അവന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു, ദൈവം തന്റെ സഭയെ പണിതുകൊണ്ടിരിക്കുന്നു.
തന്റെ സഭയിലെ അംഗങ്ങൾ എവിടെ ഉണ്ടാകാം? പ്രാദേശിക സഭ. പ്രാദേശികമായ സഭയാണ് നമ്മുടെ ഈ കൂട്ടായ്മകൾ. ഈ പ്രാദേശിക സഭയിൽ, ഞാൻ ആ വാക്ക് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഈ പ്രാദേശിക സഭയിലുള്ള എല്ലാവരും ആ സഭയുടെ ആൾക്കാരല്ല. ആ സഭയുടെ ആൾക്കാർ ഇതിലുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? ആ പദം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവസഭയുടെ അംഗങ്ങൾ എവിടെ ഉണ്ടാകാം? പ്രാദേശിക സഭയിൽ ഉണ്ടാകാം. ഈ പ്രാദേശിക സഭയിൽ വരുന്ന ആൾക്കാർ പ്രധാനമായും 3 കൂട്ടർ വരും. ഒന്നാമത്തെ കൂട്ടർ താൽക്കാലിക ആവശ്യങ്ങൾ, അതിന് അപ്പത്തിന് വേണ്ടി വരുന്നവർ. അവരെവിടെ പോകും? ഇവിടെ കിട്ടിയില്ലെങ്കിൽ എവിടെ പോകും? വേറെ ചർച്ചയിൽ പോകും. അവിടെ കിട്ടിയില്ലെങ്കിൽ ഭീമാളി മക്കളെ, അവിടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ അതിനെക്കാലം വലിയൊരു പള്ളി ഞാൻ എടുത്ത് പറയണ്ടല്ലോ. അവരെവിടെയെങ്കിലും പോയി കളയും. കാരണം അവർക്ക് വേണ്ടത് അപ്പം. ഈ അപ്പക്കാരെന്തെന്ന് അറിയാമോ? ഒന്നിൽ വിശ്വാസികളെ കുറ്റം പറഞ്ഞാലും, ഇല്ലെങ്കിൽ പാസ്റ്റർ കുറ്റം പറഞ്ഞാലും, കൃപ ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് വിരുമക്കളെ. കാരണം ഇവർക്ക് എപ്പോഴും എന്ത് വേണം? അപ്പം വേണം. എപ്പോഴും അപ്പം പറഞ്ഞാൽ എപ്പോഴും അവരുടെ ജഡസംബന്ധമായ കാര്യങ്ങൾക്ക് മുട്ടുവരരുത്. അവരെ ശ്രദ്ധിച്ചാൽ അറിയാം, എപ്പോഴും അവരുടെ ക്ലേശങ്ങൾക്കും ജഡസംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ഇവർ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമത്തെ സഭയിലെ കൂട്ടരാരാണ്? ക്രിസ്തുവിനോട് കൂടെ നടന്ന കൂട്ടരാരാണ്? അപ്പം തിന്ന് തൃപ്തരാകാൻ വേണ്ടി നടന്ന കൂട്ടർ. രണ്ടാമത്തെ കൂട്ടരുണ്ട്, അവർക്ക് എപ്പോഴും അത്ഭുതങ്ങൾ കാണണം. കണ്ടോ? ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും കാണണം. എന്തെങ്കിലും എനർജറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണണം. എന്തെങ്കിലും ഇങ്ങനെ കാണും. ദൃശ്യതലങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും. ദൃശ്യമേഖലകൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഓടുന്ന ഒരു കൂട്ടരുണ്ട്. അത്ഭുതങ്ങൾ കാണണം. എപ്പോഴും അത്ഭുതങ്ങൾ നടക്കണം, അതിശയങ്ങൾ നടക്കണം. ഈ അതിശയത്തിന്റെ സാക്ഷികളായി മാറണം. മൂന്നാമത്തെ കൂട്ടരുണ്ട്, നിത്യ ജീവന് വേണ്ടി യാത്ര ചെയ്യുന്ന കൂട്ടർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒന്ന് നോക്കണം, ഞാൻ എന്തിനു വേണ്ടി? നിത്യജീവനാണോ എന്റെ ലക്ഷ്യം? നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നാം ആ സഭയുടെ ആളുകളാണ്. ഇല്ല, നമ്മൾ ഈ നിലവാരങ്ങളിലാണ് നമ്മൾ ചിന്തയെങ്കിൽ നാം ലോകത്തിന്റെ സഭയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ സാത്താന്യ സഭയുടെ ആൾക്കാർ. 2 സഭയേ ഉള്ളൂ. സാർവത്രികമായ സഭ, പ്രാദേശിക സഭ, അങ്ങനെ ഒന്നും ബൈബിളിനകത്തില്ല. ബൈബിളിനകത്തുള്ളത് സാത്താന്യ സഭയുണ്ട്, ദൈവത്തിന്റെ സഭയുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി ദൈവം നമ്മളെ സജ്ജരാക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നല്ലതല്ലാത്ത കളകളെ പറിക്കാത്തത്. ഇത് എവിടെയുണ്ട്? നല്ലതായ മണികളോടൊപ്പം തന്നെ ഈ കളകളും ചേർന്ന് ഇങ്ങനെ വളരുകയാണ്. അപ്പൊ ഇതിനെ പിഴുതു കളഞ്ഞാൽ എന്തോ പറ്റും? നല്ല മണികൾക്ക്, അല്ലെങ്കിൽ നല്ല വിത്തുകൾക്ക്, നല്ല വിധമായ സസ്യങ്ങൾക്ക് ഇത് കേടുവരും. ഈ കേടുവരും എന്നുള്ള കാരണം കൊണ്ട് ഇതിനെയും കൂടെ ചേർക്കും. നമ്മൾ ഈ കാലങ്ങളിൽ വളരെ ഭയപ്പെടണം ദൈവമക്കളെ. എന്തിനു ഭയപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഗോഡ്, ചുരുക്കം പേർ അല്ലെ ഈ വഴി വളരെ ഇടുക്കവും ഞെരുക്കവും. ഇതിലൂടെ കടക്കുന്നവർ വളരെ ചുരുക്കം ആളുകളാണ് ഇതിലൂടെ പോകുന്നത്. ആ ചുരുക്കം ആളുകളിൽ ഒരാളായി നമ്മൾ മാറണം. പ്രൈസ് ഗോഡ്. ഇതിനായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, ഇതായിരിക്കണം നമ്മുടെ വാഞ്ച, ഇതായിരിക്കണം നമ്മുടെ താല്പര്യം. ഇത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ബലം എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് ചോദിച്ചാൽ, മാനുഷിക നിലവാരങ്ങൾ യാത്ര ചെയ്യുന്ന യാതൊരു മനുഷ്യനും ഇത് സാധ്യമല്ല. പിന്നെ ആത്മാവിന്റെ ശക്തിയാലാണ് ആഗ്രഹിക്കുന്ന മനുഷ്യരിൽ ദൈവം ഇത് സാധ്യമാക്കി തീർക്കുന്നത്. സ്വബലം കൊണ്ട്, സ്വശക്തി കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അവന് സാധ്യമായി തീരും. ഹല്ലേലൂയ. അവൻ ഇത് ഗ്രഹിക്കാനുള്ള പ്രാപ്തിയും ദൈവം കൊടുക്കും. അവന്റെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുക്കും. അവൻ ഇത് മനസ്സിലാവും. പുഴവക്കത്തിരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൗലോസാണ് സംസാരിക്കുന്നത്. 16-ാമത്തെ അധ്യായത്തിലാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. എടുക്കണ്ട, ആ ഭാഗം ഞാൻ പറഞ്ഞു വിടാം. പൗലോസ് സംസാരിക്കുമ്പോൾ എല്ലാ ആളുകളും കേട്ടു. പക്ഷെ ഒരാള് ശ്രദ്ധിച്ചു. ആരാണ്? ലുദിയ മാത്രമാണ് ശ്രദ്ധിച്ചത്. ലുദിയയ്ക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം അവൾ ആരാണ്? ധനാഢ്യായ ഒരു സ്ത്രീയാണ്. രക്താംബരം വിൽക്കുന്നവളാണ്. രക്താംബരം എന്ന് പറഞ്ഞാൽ ചുവന്ന വട്ടെന്നോ പട്ടെന്നോ ഒക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. ഈ പട്ടു വസ്ത്രങ്ങൾ അന്ന് വാങ്ങുന്നത് സമ്പന്നരായ ആൾക്കാരാണ്. അപ്പൊ ഇവൾ സാധാരണ ആളല്ല. ഇവൾ ഇതിനോട് അട്രാക്റ്റഡ് ആയി ആദ്യമായിട്ട് കേൾക്കുകയാണ്.
അവളുടെ അത്ഭുതം നടന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? ഇവളിൽ പ്രത്യക്ഷമായ നിലകളിൽ അവൾക്ക് രോഗം ഉണ്ടായിരുന്നില്ല. അവൾ ഏതെങ്കിലും വിഷയത്തിന് ഭാരപ്പെടുന്നവളല്ല. അവൾക്ക് സാമ്പത്തിക വിഷയത്തിന് വേണ്ടിയിട്ട് പൗലോസ് പ്രാർത്ഥിച്ചില്ല. പൗലോസ് അവിടെ നിന്ന് നിത്യജീവനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും പറഞ്ഞു. ഇവൾ ഇതിലേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഹൃദയത്തെ തുറന്നു കൊടുത്തു. ഞാൻ അവിടെ നിന്ന് ഒരു ആലോചന, അതിനകത്തുള്ള ഒരു ആലോചന പറയാം. ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയം ദൈവം തുറന്നു കൊടുക്കും. ഇതെന്തുവാ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാനിത് ശ്രദ്ധിക്കുക. എനിക്ക് മനസ്സിലാകാത്ത കാര്യം എനിക്ക് അറിയണമെന്നുള്ള താല്പര്യത്തോടുകൂടി ശ്രദ്ധിക്കുന്ന അവളെ കണ്ടിട്ട് അവളുടെ ഹൃദയത്തെ തുറന്നു കൊടുത്തു. കേട്ടോ? അവളും അവളുടെ കുടുംബത്തിലുള്ളവരും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് അവളും അവളുടെ കുടുംബക്കാരും ഒരുമിച്ച് സ്നാനപ്പെട്ടു. അപ്പോ പരിശുദ്ധാത്മാവിനാൽ നമുക്കകത്ത്, കാരണം ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യൻ സോൾജർ ആകുമ്പോഴേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ വന്നപ്പോൾ വായിച്ചത്. 6-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ അവിടെ അത് കണ്ടാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം ഞാൻ വായിപ്പിച്ചത്. ചില ഭാഗങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ എന്റെ മെസ്സേജ് അവസാനിപ്പിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 6-ാമത്തെ അധ്യായം നമ്മൾ അവിടെ വന്നപ്പോൾ വായിച്ച കൂട്ടരാണ് വ്യവഹാരമുണ്ടാക്കുന്ന കൂട്ടം. അപ്പൊ തങ്ങളോട് വ്യവഹരിക്കുന്ന മനുഷ്യരോട് അതേ നിലകളിൽ തിരിച്ചു വ്യവഹരിക്കുക. കണ്ടോ? അപ്പൊ അവർ ആ നിലകൾ വ്യവഹരിക്കാനുള്ള കാരണം എന്താ? എന്തുവാ കാരണം? അവർക്ക് ബലമില്ല ഉള്ളിൽ. അതേ നിലകളിലാണ്. അതുകൊണ്ടാ ലോകത്തോട് ഞാൻ വീണ്ടും പറയുന്നു, ലോകത്തോട് അനുരൂപരാകാതെ. ഒരുത്തൻ ശകാരിക്കുകയാണ്, ഒരുത്തൻ ദോഷം ചെയ്യുകയാണ്. അത് സഹിക്കാൻ വേണ്ടി നമുക്ക് ദൈവം ട്രെയിനിങ് തരികയാണ്. അവിടെയാണ് God is training us. ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യുകയാണ്. ഇത് മനുഷ്യന് സാധ്യമാകുന്ന കാര്യമാണോ? അല്ല. ദൈവത്താൽ മാത്രം സാധ്യമാണ്. ഇത് മനുഷ്യരിൽ അസാധ്യമാണ്. ദൈവത്താൽ മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. ആമേൻ. ഒരു മനുഷ്യൻ വിശന്ന് കിടക്കുന്നത് കണ്ടാൽ തന്റെ ഭക്ഷണം എടുത്ത് മറ്റുള്ളവന് കൊടുക്കുക. ഒരു മനുഷ്യൻ കഷ്ടത അനുഭവിക്കുന്നത് കണ്ടാൽ മറ്റുള്ളവന് ആ കഷ്ടതയിൽ പങ്കാളിത്തം വഹിക്കുക. ആമേൻ. പക്ഷെ ലോക മനുഷ്യൻ ചെയ്യത്തില്ല. പല ആളുകളുടെ കയ്യിലും ഏക്കർ കണക്കിന് വസ്തുവുണ്ട്. പല ആളുകളുടെ കയ്യിലും 1 സെന്റ് പോലും വസ്തു ഇല്ലാത്തവരാണ്. ഏക്കർ കണക്കിന് വസ്തു ഉള്ളവരും 1 സെന്റ് വസ്തു ഇല്ലാത്തവരുടെ വിഷയത്തിന് വേണ്ടിയിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ പ്രാർത്ഥിക്കുന്നത്? കർത്താവേ, അവർക്ക് 1 സെന്റ് വസ്തു കൊടുക്കും കർത്താവേ. ഭയങ്കര പ്രാർത്ഥിക്കാൻ എന്നുണ്ടായിരുന്നു. ദൈവം നിയോഗം. ആ സഹോദരിയുടെ കഷ്ടതയിൽ എന്റെ മനസ്സങ്ങ് തകർന്നുപോയി. പ്രാർത്ഥിച്ചു. സഹോദരിയെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ട് ഒരു ദൂതും പറഞ്ഞു. ദൈവം എത്തി നോക്കി. ബുദ്ധിമുട്ടാ ദൈവം. ഞാൻ കുറച്ച് കയറി പറഞ്ഞാൽ കട്ടിയുള്ള വാക്കാ, കുറച്ച് കയറി പറയാം. യഥാർത്ഥമായി ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഒരു മനുഷ്യൻ ശ്രമിച്ചു നടന്നാൽ അവന് സാമാന്യ നിലകളിൽ ജീവിക്കാനുള്ള ശേഷി അല്ലാതെ അതിനപ്പുറം ഒന്നും കാണത്തില്ല. അവന് സാക്ഷ്യം പറയാൻ കാണത്തില്ല. എനിക്ക് ഈ അളവറ്റ നിലകളിലുള്ള നന്മ കിട്ടിയത് സാക്ഷ്യം പറയാൻ കാണത്തില്ല. കാരണം അവൻ ഇത് സ്വരൂപിച്ച് വെച്ചിരിക്കുമ്പോഴായിരിക്കും ഇതിനേക്കാൾ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ കാണുന്നത്. അവിടെ അവൻ അതിനെ കൊണ്ടുപോയി കൊടുക്കും. തനിക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചിരിക്കുന്ന കാശായിരിക്കും അവൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ശരിയല്ലേ ഞാൻ ഈ പറഞ്ഞത്? അതാ ഞാൻ പറഞ്ഞത്, ലോകം ഇതിനെ അംഗീകരിക്കില്ല. ലോക വ്യവസ്ഥയ്ക്ക് വിപരീതമാണ് ദൈവിക ചിന്തയും ദൈവിക വ്യവസ്ഥയും. അത് വ്യവഹാരം എന്നൊരു കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഭാഗങ്ങളിലും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ലേഖനങ്ങൾ പ്രസംഗിക്കപ്പെടാത്തതെന്ന് അറിയാമോ? ഇത് പ്രസംഗിച്ചാൽ ഉടനെ നിങ്ങൾക്ക് ചോദ്യം വരും, പാസ്റ്റർ ഇത് ചെയ്യുന്നുണ്ടോ? ശരിയല്ലേ? ഏലിയാവിനെ പ്രസംഗിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എല്ലാവരും അവര് ചൊല്ലി, ആർക്കും ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ദാനിയേലിനെ പ്രസംഗിച്ചാലോ കയ്യടി വരും, അടിപൊളി, ആടിച്ചു തള്ളിയിട്ട് വരും, പാസ്റ്റർ കൂടെ കൊണ്ടുപോയിക്കോ. കണ്ടോ? യാക്കോബിനെ പ്രസംഗിക്കാം, അബ്രഹാമിനെ പ്രസംഗിക്കാം. വിശ്വാസത്തിന്റെ വീരൻ. എത്ര പോയിന്റ്? 5.
ഒന്ന്, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. പോയിന്റ് 2, വിശ്വാസത്തിൽ നടക്കണം. പോയിന്റ് 3, വിശ്വാസത്തിൽ ഓടണം. പോയിന്റ് 4, വിശ്വാസം പറയണം. പോയിന്റ് 5, വിശ്വാസത്താൽ പ്രാപിക്കണം. എന്തൊരു മെസ്സേജാ! ഈ പാസ്റ്റർ നമ്മുടെ ചർച്ചിൽ എന്ത് ചെയ്യണം? വിളിക്കണം. അല്ലാണ്ട് 1 ഏക്കർ വസ്തു കട്ടപ്പെട്ട് വാങ്ങിച്ചിട്ടിരിക്കുമ്പോ ഇതില്ലാത്തവന് കൊടുക്കാൻ പറഞ്ഞ് ഈ പാസ്റ്റർ മേലാൽ ചർച്ചിൽ വിളിക്കരുത്. കണ്ടോ? സ്തോത്രം. ദൈവനീതി എന്ന് പറയുന്നത് വ്യത്യസ്ത നിലയാണ്. എല്ലാവരും ഡള്ളായത് കണ്ടോ? മൊത്തം ക്ഷീണിച്ചു കണ്ടോ? കാരണം ഇത് ശരീരത്തിന് വിരോധമാണ്. ഈ പ്രസംഗം ശരീരത്തിന് ഇഷ്ടപ്പെടത്തില്ല, ലോകത്തിന് വിരോധമാണ്. ശരീരത്തിനും ലോകത്തിനും വിരോധമാണ്. വായിക്കാം യാക്കോബിന്റെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞിട്ട് അവിടെ അവസാനിപ്പിക്കാൻ. ഇതായിരുന്നു കർത്താവിന്റെ ജീവിതം, ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ ജീവിതം. ഈ അപ്പോസ്തലിക ഉപദേശമാണ് ദൈവസഭകൾക്ക് അടിസ്ഥാനപരമായി പണിതു കൊടുത്തത്. ഇതാണ് അപ്പോസ്തലന്മാരുടെയും പ്രവാചകന്മാരുടെ ജീവിതവും. പ്രവാചകന്മാർ ഇതായിരുന്നു പ്രവചിച്ചത്. പ്രവാചകന്മാർ ദൈവിക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ഒരുക്കി തിരിക്കുന്നവരായിരുന്നു. ഈ ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് തിരിയുമ്പോൾ അവരെ ദൈവിക ലക്ഷ്യം ബോധ്യപ്പെടുത്തുന്നവരാണ് പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കണ്ടോ? പക്ഷേ ഖേദമെന്ന് പറയട്ടെ, നമ്മൾ ഇന്ന് കേൾക്കുന്ന പ്രവചനങ്ങളെല്ലാം എന്ത് നൽകുമെന്നാണ്? നമുക്ക് ഒരു കണ്ണും കാണാത്ത, ഒരു ചെവി ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത. സഹോദര, നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നത് നിന്റെ നാട്ടിൽ ആള് കാണത്തക്ക നിലകളിൽ അവന് 1 ഏക്കറാണെങ്കിൽ നിന്നെ 3 ഏക്കർ ഒന്ന് അനുഗ്രഹിക്കും. ഈ ദൂത് ഞാൻ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കട്ടെ. ഇപ്പൊ ഇവിടെ തീ എന്ന് പറയുന്ന സാധനമുണ്ട്. തീ, ഫയർ. ഫയറെല്ലാം ഇങ്ങനെ കത്തുന്നുണ്ട്. പള്ളിയിൽ വന്നപ്പോ 1 ഏക്കർ ഉള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കും. ഒരാളെ യേശുവിന്റെ അടുക്ക വന്നിട്ട് ചോദിച്ചു, ദൈവരാജ്യത്തിൽ പോകാൻ നല്ല ഗുരുവോ ഞാൻ എന്ത് ചെയ്യണം? പറഞ്ഞു, മോശ പറഞ്ഞിരിക്കുന്നൊക്കെ പോയി ചെയ്യാൻ പറഞ്ഞു. ആമ കൊച്ചിലെ ഞാൻ ഇതൊക്കെ അനുസരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇവൻ ഇവിടെ നിന്ന് നിൽക്കുന്ന ടൈപ്പ് അല്ല. ആ കർത്താവ് പറഞ്ഞു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക്. അവന്റെ മുഖമെല്ലാം അങ്ങ് വാടി. അവൻ പറഞ്ഞു, കർത്താവ് ഇത് ആർക്ക് ചെയ്യാൻ പറ്റും? അവൻ വളരെ ധനമുള്ളവനായതുകൊണ്ട് കണ്ടോ, അവൻ പൊക്കളഞ്ഞു, നിന്നില്ല. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവ് ഇത് ആർക്ക് പറ്റും? അപ്പൊ കർത്താവ് പറഞ്ഞു, മനുഷ്യന് ഈ കാര്യം സാധ്യമോ? പറ്റത്തില്ല. ദൈവത്തിന് സകലതും സാധ്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് നമ്മൾ കേൾക്കുന്ന പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ആകുന്ന ഒരു വാക്കല്ല ഞാൻ ഈ പറയുന്നത്. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ വ്യക്തമായ ഇടപെടൽ വന്നാൽ ഒരു മനുഷ്യൻ അടങ്ങിയിരിക്കാൻ ഒക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 5-ാമത്തെ അധ്യായം ഞാൻ ആ ഭാഗം എടുത്ത് അവസാനിപ്പിക്കുകയാണ്. വായിച്ചു. അല്ലയോ ധനവാന്മാരെ, ധനവാന്മാരോട് പറയുകയാണ്. ഒരു മനുഷ്യന്റെ കണക്കിൽ ആവശ്യത്തിന് അധികമായ ധനം സ്വരൂപിച്ചു വെക്കുന്നവരോട് പറയാം. മക്കളുണ്ട്, സ്വന്തം കുടുംബത്തിനും മക്കൾക്കും വേണ്ടി ചരതിച്ച് അല്ലെങ്കിൽ കരുതി വെക്കാത്തവൻ അവിശ്വാസിയേക്കാൾ അധമനായി തീരുമെന്ന് ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിലധികമായി ചേർത്ത് വെക്കുന്നതാണ്, അല്ലയോ ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം, നിങ്ങളുടെ മേൽ എന്തോ വരും, ദുരിതങ്ങൾ വരും നിമിത്തം കരഞ്ഞു മുറയിടുവിൻ. നിങ്ങൾ കരയണം, നിങ്ങൾ മുറയിടണം. നിങ്ങളുടെ ധനം ദ്രവിച്ചും, നിങ്ങളുടെ ധനം എന്ത് ചെയ്യുന്നു? ദ്രവിക്കുന്നു. ദ്രവിക്കാനുള്ള കാരണം എന്തുവാ? ഇത് ഉപയോഗിക്കാതെ നമ്മൾ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക. കണ്ടോ? ആ പണം ആരുടെ കയ്യിലിരിക്കുന്നു? നിങ്ങളുടെ കയ്യിലും എന്റെ കയ്യിലും ഇരിക്കുകയാണ്. അവൻ വിളിക്കുകയാണ്, ദൈവമേ എനിക്ക് ആഹാരമില്ല. ദൈവമേ, കണ്ടോ? പാസ്റ്റർ നേരത്തെ ശുശ്രൂഷിക്കുമ്പോ പറഞ്ഞു,
മഴ പെയ്യാനും പെയ്യാതിരിക്കാനും നമുക്ക് പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. ശരിയാ, രണ്ടിനും വ്യവസ്ഥയില്ല. എന്താണെന്നറിയാമോ? മഴ പെയ്യരുതേ എന്ന് കരയുന്ന കുറേ പേര് സമൂഹത്തിലുണ്ട്. മഴ പെയ്താൽ അവർക്ക് കടവരാന്തകളിൽ കിടക്കാനൊക്കത്തില്ല. നമ്മുടെ ചൂട് മാറാനാണ് മഴയ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമ്മൾ എത്ര സ്വാർത്ഥരാണ്. ആ മഴയിൽ പോലും, ആ മഴയ്ക്ക് പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ചൂട് പോണം, നമ്മുടെ ചൂട് മാറണം. നമ്മൾ മറ്റാരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മുടെ സുഖം, നമ്മുടെ ഈ ഉഷ്ണം, കുറച്ച് വെയിലടിച്ചു, കുറച്ച് ചൂട് വന്നു, എന്താ കുഴപ്പം? എന്താ? എന്റെ സുഖത്ത് നടക്കണം. നമ്മുടെ പ്രാർത്ഥന പോലും എന്റെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? പക്ഷേ നോക്കണം, കിടപ്പാടമില്ലാത്ത മനുഷ്യൻ അവൻ കരയും. ബെർണാഡ് ബ്ലെസ്സിംഗ് എന്ന ദൈവദാസൻ അദ്ദേഹം പറഞ്ഞു, മഴ പെയ്യുമ്പോ കരയും ഞങ്ങള്. അന്ന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞങ്ങള് കാർബോർഡിനകത്താ ഞങ്ങൾ കിടക്കുന്നത്. വലിയ കാർബോർഡുകൾ, വലിയ സാധനങ്ങൾ പാക്ക് ചെയ്താ ഞങ്ങളുടെ വീട്. അപ്പൊ ഇതിനകത്താ ഞങ്ങൾ കിടക്കുന്നത്. ഈ കാർഡ്ബോർഡിനകത്ത് കിടക്കുമ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ചു നേരം ഈ മഴയെ ഇത് തടുത്തു നിർത്തും. അത് കഴിഞ്ഞാൽ ഇതെല്ലാം കുതിരും. എന്നിട്ട് മഴ മുഴുവൻ ഇറങ്ങും. പോയി വിളിക്കാൻ, പോയി ഇരിക്കാൻ ഒരു സ്ഥലമില്ല. ഞങ്ങൾ കരയും, മഴ പെയ്യരുതേ എന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹം ഇന്നും പറയുന്നു, മഴയുടെ ശബ്ദം കേൾക്കുമ്പോൾ അന്നത്തെ കാലം ഓർമ്മ വരും, അറിയാതെ കരഞ്ഞു പോകും. അങ്ങനെ അനുഭവിച്ചിട്ടുള്ള ഒരു മനുഷ്യനും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അറിയാവോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല ദൈവം. നമ്മൾ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സുഖങ്ങൾ മാത്രമാണ് നമ്മൾ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. വേറൊരാളെ കുറിച്ച് ചിന്ത നമ്മുടെ ഉള്ളിൽ പോയിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സുഖം മറ്റൊരാളിന്റെ സ്വപ്നമാണ്. അറിയാവോ? നിങ്ങളുടെ കാലുകളില്ലാത്തവന്റെ സ്വപ്നമാണ്. നിങ്ങൾ 2 കാലുകളിൽ നടന്നു പോകുന്നില്ലേ? കാലുകളില്ലാത്ത മനുഷ്യന്റെ സ്വപ്നമാണ്. നിങ്ങൾക്കൊരു സൈക്കിൾ ഉണ്ടെങ്കിൽ കാലുകൾ ഉള്ളവന്റെ സ്വപ്നമാണ്. നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടെങ്കിൽ അത് സൈക്കിളിൽ പോകുന്നവന്റെ സ്വപ്നമാണ്. അപ്പോ നിങ്ങൾ ആരുടെയോ സ്വപ്നത്തിൽ ജീവിക്കുന്നു, ആരുടെയോ സ്തോത്രം കണ്ണുനീരില്ല നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അറിയാമോ? ആമേൻ. ഇതെല്ലാം ചിന്തിച്ചാ ദൈവത്തിന് സ്തോത്രം പറയേണ്ടത്. ദൈവമേ, നീ എന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കുറച്ച് കട്ടിയായിട്ട് നിങ്ങൾക്ക് തോന്നും. വേറെ നിർവാഹമില്ല. ലേഖനങ്ങൾ പഠിപ്പിച്ചാൽ, ലേഖനങ്ങൾ പറഞ്ഞാൽ ഇതേ നമുക്ക് മനസ്സിലാക്കാനും പറയാനും ഉള്ളൂ. സ്തോത്രം ഉണ്ടോ? ധനവാന്മാരോട് പറയാ, ധനവാനെ, നിന്റെ ബാങ്കിൽ നീ ഡിപ്പോസിറ്റ് വെച്ചിരിക്കുക, ഒരു നേരത്തെ ആഹാരത്തിനാണ്, ഒരു നിവൃത്തിയില്ല. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഞാൻ കണ്ടില്ലല്ലോ. നീ ഇറങ്ങണം റോഡില്. കൈനീട്ടാൻ കഴിയാത്ത ഭിക്ഷക്കാരെ, കൈനീട്ടാൻ കഴിയാത്ത ഭ്രാന്തന്മാരെ നിനക്ക് കാണാൻ പറ്റും. ചോദിക്കാൻ അറിയത്തില്ല. ചോദിച്ചാൽ ഭക്ഷണം വാങ്ങി കഴിക്കാൻ അവൻ അറിയത്തില്ല. ഭക്ഷണം കൊണ്ട് കൊടുത്താൽ പോലും കഴിക്കാൻ അറിയത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു ആവർത്തിക്കുന്നു, ഞാൻ ഒരിക്കൽ എന്റെ ബൈക്കിൽ യാത്ര ചെയ്തു പോകുമ്പോൾ കണ്ട ഒരു കാഴ്ച എന്നെ അധികം വേദനിപ്പിച്ചു. അത് വേദനിപ്പിക്കാനുള്ള കാരണം, ഇന്ന് റോഡിലൂടെ നടക്കുന്ന ഭ്രാന്തന്മാരെ ഞാൻ കാണുമ്പോൾ അന്ന് ഒരു കാലത്ത് ചിന്തിക്കുമായിരുന്നു. എന്താ ചിന്തിക്കുമായിരുന്നു അറിയാമോ? കുറെ കാലം കഴിയുമ്പോൾ ഞാൻ ഈ ഭ്രാന്തന്മാരുടെ ഒരുത്തനെ പോലെയാവും, ഞാൻ ഇതുപോലെ നടക്കും എന്നൊരു ചിന്ത എന്റെ മനസ്സിൽ നാളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭ്രാന്തന്മാരെ കാണുമ്പോൾ എനിക്ക് അറിഞ്ഞൂടെ, എന്റെ ഉള്ളിൽ വല്ലാത്തൊരു വല്ലായികയാണ്. ഞാൻ ഈ ഒരു മനുഷ്യനെ കാണുകയാണ്. ഞാൻ ഇന്ന് കോളം കഴിഞ്ഞു ഹൈവേയിലൂടെ വരുമ്പോൾ ഒരാളിങ്ങനെ റോഡിൽ കൂടെ നടന്നു പോകുന്നു. ഞാൻ നോക്കുമ്പോൾ ഇയാള് കഴിഞ്ഞ ദിവസം ഞാൻ സമാനമായ ഒരാളെ കണ്ടു. ഇയാൾ ഇങ്ങനെ ചാടുന്നുണ്ട്, ചാടി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നല്ല 1 മണി സമയം, നല്ല വെയിലടിക്കുന്ന സമയം, റോഡൊക്കെ ടാറല്ല, നല്ല പഴുത്തു കിടക്കുക, കാലി ചൂടാ. പക്ഷെ പാവത്തിന് അറിയത്തില്ല, ചെരുപ്പില്ലാതെ നടക്കുന്നതുകൊണ്ടാണ് ഈ ചൂടാണ്. അതുകൊണ്ട് ചാടുന്നുണ്ട്, തിരിച്ച് അതേ റോഡിൽ കൂടെ നടക്കുന്നു. തിരിച്ചറിയാനുള്ള ശേഷി ഉണ്ടോ? നിങ്ങൾക്ക് തിരിച്ചറിയാൻ ശേഷി തന്നിരിക്കുന്ന ദൈവത്തിന് ആദ്യം സ്തോത്രം പറയും. നമ്മൾ ഇതെല്ലാം കിട്ടിയിട്ട്
അടുത്ത കിട്ടാത്ത ഏതിനെയൊക്കെയോ വേണ്ടി പ്രാർത്ഥിച്ചു. അതാ പറഞ്ഞത്, പലരുടെ സ്വപ്നമാ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന പല ജീവിതവും. സ്തോത്രം. നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിതത്തിനും മെച്ചപ്പെട്ട അനുഭവത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന. എനിക്ക് വിഷമം തോന്നി. ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഞാനൊരു പൊതി ഭക്ഷണം വാങ്ങിച്ചു, ഒരു കുപ്പിയിൽ വെള്ളം വാങ്ങിച്ചു. ഈ മനുഷ്യന്റെ പുറകാലെ പോയിട്ട് ഫുഡ് കൊടുക്കും, വാങ്ങുന്നില്ല. ഞാൻ കുറച്ച് ശബ്ദം വരുത്തി പിടിക്കാൻ പറഞ്ഞു. അതിന് ഫുഡ് വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ചു. എന്റെ മുഖത്തേക്കൊന്നും നോക്കിയില്ല. നന്ദി പറയാൻ അറിഞ്ഞൂടാ, പ്രകടിപ്പിക്കാൻ അറിഞ്ഞൂടാ. ഈ മനുഷ്യൻ അങ്ങ് നടന്നുപോയി. എനിക്ക് വീണ്ടും ജിജ്ഞാസ തോന്നി, എന്തു ഈ ഭക്ഷണം വെച്ചുകൊണ്ട് ചെയ്യുമെന്ന് അറിയാൻ ഈ മനുഷ്യന്റെ പുറകെ ഞാൻ പോയി. കുറച്ചു ദൂരം യാത്ര ചെയ്തപ്പോൾ ഞാൻ കണ്ടു, ഈ മനുഷ്യൻ ഒരു സ്ഥലത്ത്, ഒരു തണലുള്ള സ്ഥലത്ത്, ഒരു കടയുടെ വരാന്തയിൽ, അടഞ്ഞു കിടക്കുന്ന ഒരു കടയുടെ വരാന്തയിൽ ഈ മനുഷ്യൻ ഇരുന്നു. ഈ മനുഷ്യൻ ഇരുന്നിട്ട് കൈയൊന്നും കഴുകാൻ അറിഞ്ഞൂടാ, വെള്ളം കുപ്പിയും അവിടെ വെച്ചു. എന്നിട്ട് ഭക്ഷണ പൊതി തുറന്നു. ഈ ഭക്ഷണവും കറിയുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന്റെ ഇടയ്ക്ക് ചിന്ത എങ്ങാണ്ട് പാറിപ്പോയി. ഈ വായിക്കും കൈക്കും ഇടയിൽ കപ്പ് ലിപ്പ് എന്ന് പറയും, ഇംഗ്ലീഷ് പറയുന്നു. കപ്പിനും ചുണ്ടിനും ഇടയിൽ ചില കപ്പുകൾ വീണ് ഉടഞ്ഞു പോകുന്ന പോലെ ഈ ഭക്ഷണം വാങ്ങിയ ഈ മനുഷ്യൻ ഈ ചോറെടുത്ത് കഴിക്കേണ്ടതാ, അതിൻ്റെ ഇടയിൽ വേറെ ഏതോ ചിന്ത വന്നു. ഈ പാവപ്പെട്ടവൻ ഈ കൈവച്ച് തന്നെ ഇങ്ങനെ തല തടവുന്നത് കണ്ടു. തല തടവി ഇങ്ങോട്ട് മുകളിലോട്ട് നോക്കി. ഭക്ഷണത്തിന് മുമ്പിലാണ് ഇരുന്നതെന്ന് മറന്നുപോയി പാവം. എഴുന്നേറ്റു, മുന്നിലോട്ട് നടക്കാൻ തുടങ്ങി. എനിക്ക് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഓടി, വിശപ്പോടെ കാത്തിരുന്ന ഒരു നായ ഓടി വന്ന് ഈ ഭക്ഷണം കഴിക്കുക. ഞാൻ അതിനെ ഫോട്ടോ എടുത്തു. ഈ നായ വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കുക. ഈ മനുഷ്യനങ്ങ് നടന്നുപോയി. ഞാൻ എന്നും പ്രാർത്ഥിക്കാം, ബാങ്കിൽ ഇത്രയും രൂപ ഡിപ്പോസിറ്റ് ഇട്ട് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുക, എനിക്ക് അന്നൊന്ന് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞാൻ ഈ ചേർത്ത് വെച്ചിരിക്കുന്ന ധനമുണ്ടല്ലോ, ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്നതല്ല. ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. സ്തോത്രം. ഈ മക്കളെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കുഞ്ഞു കാര്യമല്ല ലോകത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ. ഉണ്ടോ, നമ്മൾ ലോകത്തിന്റെ സിസ്റ്റത്തോട് അനുരൂപപ്പെട്ട് ലോകത്തിലെ മനുഷ്യൻ ജീവിക്കുന്നത് കൂട്ടി ജീവിക്കാൻ വേണ്ടി തത്രപ്പാടിലും ബദ്ധപ്പാടിലും ആ നിലവാരത്തിന് വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളത് വേണ്ട എന്നുള്ളതല്ല. അതെല്ലാം കരുതുന്നതിനോടൊപ്പം തന്നെ ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികളെ കർത്താവേ എൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിക്കണമേ. സ്തോത്രം. ഇതെല്ലാം നിമിത്തം ന്യായവിധിയുടെ മുമ്പിൽ ഒരു ദിവസം നമ്മൾ നിൽക്കേണ്ടി വരും. അന്ന് കർത്താവ് ചോദിക്കും, ഞാൻ ആരായിരുന്നു? ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ എന്ത് ചെയ്തില്ല? ഉടുപ്പിച്ചില്ല. എനിക്ക് വിശന്നു, നീ എനിക്ക് കഴിക്കാൻ തന്നില്ല. അപ്പോ എല്ലാവരും കൂടെ ചോദിച്ചു, കർത്താവേ, നിന്നെ ഞങ്ങൾ എപ്പോഴാ കണ്ടത്? ഈ ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്യുന്നതല്ല, you did for me. സ്തോത്രം. നിങ്ങൾ എനിക്കാ ചെയ്തിരിക്കുന്നത്. മഴ പെയ്യുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളുടെ വാഹനം എടുക്കണം, ബൈക്കാണെങ്കിൽ എടുക്കണം, നേരെ തമ്പാനൂർ കടവരാന്തകളിലേക്ക് പോകും. അവിടെ ഇരിക്കുന്ന പേക്കോലങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനെ മനുഷ്യൻ എന്നാ പറയുന്നത്. അതിനെ കാണാൻ പറ്റും. ഇതെല്ലാം കാണാൻ തുടങ്ങിയാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല. നമ്മുടെ പൈസ കണ്ടുകൊണ്ട് നമുക്ക് ഉറങ്ങാനൊക്കത്തില്ല. സ്തോത്രം. അങ്ങനെ വന്നാൽ ആത്മീക ലോകത്ത് എന്ത് സമ്പാദിക്കാൻ പറ്റും എന്ന് പറയും. ചിലരോട് ചോദ്യം ചോദിക്കാറുണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുന്നുണ്ട്, തിരിച്ചു ചോദ്യം ചോദിക്കുക. ഇത് നിങ്ങൾ കാണുന്നുവെങ്കിൽ ആത്മീക ലോകത്തിൽ നമ്മൾ എന്ത് നേടും? ഒന്നും കാണത്തില്ല, ഒന്നും കാണത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യത്തിൽ ഞാൻ ഈ പാസ്റ്ററുടെ മോളെയും മരുമോളെയും ഒരു കാര്യത്തിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും. അവർക്ക് ഏതാണ്ടൊരു കാഴ്ചപ്പാട്, എനിക്കറിയത്തില്ല, അവർക്കുള്ള കാഴ്ചപ്പാട് അവർക്കറിയാം.
അവരിന്നും വാടക വീട്ടിലാണ് കിടക്കുന്നത്. അവരുടെ വസ്തുവും എല്ലാം വിറ്റു. ഒരുപോലെ അവരുടെ ആവശ്യത്തിന് എടുത്തില്ല, അതിനെല്ലാം എടുത്തു. മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുത്തു, കഷ്ടപ്പെടുന്ന ദേവദാസന്മാർക്ക് വേണ്ടി കൊടുത്തു, പല ഭാഗങ്ങളിൽ ആ പൈസ കൊടുത്തു. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമുഖത്തേക്ക് അവർ നോക്കി. മറുപുറം ഒന്നും എന്നോട് ചോദിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഇനി എന്തെങ്കിലും ദൈവം കൊടുക്കുമോ ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല. കൊടുത്താലും തിരിച്ചു കൊടുക്കാനല്ലേ പറ്റത്തുള്ളൂ, എവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും? ഇനി ദൈവം കൊടുക്കാതിരിക്കട്ടെ, ഇതേ ആളുകളല്ലേ വീണ്ടും നമ്മൾ കാണുന്നത്, എവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റും? നമ്മളൊരു പടയാളിയാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പടയാളിയല്ല. നമ്മൾ പടയാളി എന്ന് പറയുമ്പോഴത്തേക്ക് കച്ച കെട്ടി പിന്നെ പിശാചിനെതിരെ മുഖഭാവം എല്ലാം മാറ്റി നിൽക്കാൻ പ്രാപ്തിയുള്ള ഒരു പടയാളി അതല്ല. സ്തോത്രം. സഹനത്തിന്റെയും താഴ്മയുടെയും വിനയത്തിന്റെയും സഹജീവിയോട് കാണിക്കുന്ന ആ സ്നേഹത്തിന്റെ ആദരവിന്റെയും പേരാണ് അനുസരണ. ഇവരെ നോക്കിയ കർത്താവ് കാര്യം അറിയാമോ? ആരായിരിക്കാം സ്വർഗത്തിൽ ഉണ്ടായിരിക്കുക? പറഞ്ഞവിടെ നിർത്തട്ടെ. ഇങ്ങനെയാണെങ്കിൽ ആത്മീയർക്ക് ആദ്യ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. ഉള്ളതിന് ഇനിയും കുറച്ചുകൂടെ കിട്ടാൻ പ്രവചനം കേൾക്കാൻ ഓടിക്കൊണ്ട് നടക്കുന്ന എനിക്കാണോ? സ്തോത്രം. കരയുന്ന കുറെ ജീവിതങ്ങൾ, മനുഷ്യർ ജീവിതങ്ങൾ എന്ന് പറഞ്ഞ് കളയരുത്. കുറെ മനുഷ്യർ ജീവിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ എന്റെ വാഹനം ചീറിപ്പായുകയാണ്. ചുട്ടുപൊള്ളുന്ന ഈ കാലഘട്ടത്തിൽ ടാറിട്ട റോഡിൽ ഒരു ചെരുപ്പിടാൻ പറ്റാത്ത നടന്നു പോകുമ്പോൾ മാറ്റി മാറ്റി ഷൂസുകൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. മാറി മാറി നമുക്ക് ഷൂസുകളുണ്ട്, ഇഷ്ടമാതിരി പണമുണ്ട്, ഇഷ്ടമാതിരി ഡ്രസ്സുണ്ട്. മക്കളെ, നിങ്ങളൊക്കെ ഇടുന്ന ഡ്രസ്സ് കാണാനില്ലാത്ത പിള്ളേർ കാര്യങ്ങൾ. ഈ പിള്ളേരൊക്കെ കൊണ്ട് അങ്ങനെ പോണം. ഈ വെക്കേഷൻ നമ്മള് BBS അടിച്ചു പൊളിക്കാനുള്ള ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് കാണിച്ചു കാണണം. മക്കളെ, ഇന്ന് നിങ്ങൾ പോയി ഷോറൂമിൽ ചെന്ന് ഇഷ്ടമുള്ളത് നിങ്ങൾ പിറക്കിക്കൊണ്ടുവരാൻ നിങ്ങളുടെ അപ്പന്റെ കയ്യിൽ അതിനുള്ള സാഹചര്യമുണ്ട്. എത്രയോ പിള്ളേർക്ക് ഇതൊന്നുമില്ല. പറഞ്ഞാൽ ചിലരൊക്കെ കരയും. ഞാൻ അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. സ്തോത്രം. നിങ്ങൾ ജീവിക്കുന്നത് പലരുടെ സ്വപ്നത്തിനാണ്. അധിക സ്വപ്നം നിങ്ങൾ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കരുത്. എങ്കിൽ നിങ്ങൾക്ക് ദൈവത്തോട് നന്ദി പറയാൻ പറ്റത്തില്ല. സ്തോത്രം. നിങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കാൻ പറ്റത്തില്ല, ആത്മീയപരമായി ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇത്രയും പറഞ്ഞു, ഇത്രയും മതി ഇന്നത്തെ സന്ദേശത്തിന്. ഞാൻ അവിടെ ഒരു കുത്തിടുകയാണ്. തുടർന്ന് നമ്മൾ വിലയിരുത്തണം, ഞാൻ ആര്. എല്ലാ കണ്ണുകളും അടച്ചു നമുക്ക് ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഒരു സ്വയശോധന. ഞാനൊരു നല്ല പടയാളിയാണോ? ക്രിസ്തു യേശുവിന്റെ ഒരു നല്ല ഭടനാണോ? ക്രിസ്തുവിന്റെ ഭടത്വം എന്തായിരുന്നു? ക്രിസ്തുവിന്റെ ഭടമാനായി ഞാൻ നിൽക്കണമെങ്കിൽ ക്രിസ്തു നിന്ന സ്ഥലത്ത് ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന് പകരക്കാരനായി ലോകത്തിന് എന്നെ കാണാൻ കഴിയുന്ന നിലയിൽ, ലോകത്തിന് ഞാനൊരു വർത്തമാന പത്രമായി, ലോകം എന്നിലൂടെ ക്രിസ്തുവിനെ വായിക്കണം, ലോകം എന്നിലൂടെ ക്രിസ്തുവിനെ കാണണം, ലോകം ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്നിലൂടെ പുറപ്പെടുവിക്കണം എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും ദൈവമക്കളെ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏതോ വിഷയത്തിന് കുറച്ച് ആശ്വാസം പറഞ്ഞല്ല വിടുന്നത്. നമ്മുടെ കയ്യിൽ ഏതാണ്ടൊക്കെ കർത്താവ് ഈ ഭൂമിയിലാക്കിയിരിക്കുന്ന നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. മറ്റുള്ളവരുടെ കയ്യിൽ അത് കൊടുക്കുവാൻ, കർത്താവ് കൊടുത്തതുപോലെ, കർത്താവ് നടന്നതുപോലെ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ ഒരു ഉത്തമ ബോധം നമ്മുടെ ജീവിതത്തിൽ ധരിച്ചുകൊണ്ടായിരിക്കണം ആത്മീക പോർക്കളത്തിൽ പടയാളികളായി നിൽക്കേണ്ടത്. ഇത് ജഡമനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റില്ല മക്കളെ. നിങ്ങൾക്കൊരു പക്ഷേ 2 നിലകളിലുള്ള ചിന്ത ഇതിനകത്തുനിന്നുണ്ടായിരിക്കാം. പാസ്റ്റർ എന്തുവായി പ്രസംഗിക്കുന്നത്,
2, എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് നിനക്ക് കരയുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ എവിടെയോ ക്രിയ നടക്കുന്നുണ്ട്. തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ആത്മീക കാഴ്ചപ്പാടുള്ളവരായി, ആത്മീക വീക്ഷണമുള്ളവരായി കർത്താവേ ഞങ്ങളെ പണിതാട്ടെ. അങ്ങ് ഈ ഭൂമി ആയിരുന്നത് പോലെ ആയിരിക്കാൻ പ്രാപ്തിയും കൃപയും നൽകി ഞങ്ങളുടെ ആത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. സഭ എന്തിനാണ് ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്? സഭയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കി, ദൗത്യം മനസ്സിലാക്കി പ്രവർത്തിപ്പാൻ ഞങ്ങളെ ഒരുക്കും. മഹത്വം അങ്ങേക്ക്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. ആമേൻ.